സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സിയുടെ സമദൂരം തുടരുന്നു. ഭാഗം 8. മാത്തൂരെ ആദ്യ രാത്രി. പുരുഷൻ്റെ കരലാണനകൾ, പുരുഷൻ്റെ സ്നേഹോക്തികൾ, വീണ്ടും വീണ്ടും അതെല്ലാം ആവർത്തിച്ച 101 രാവുകൾ. രാത്രിയാവാൻ തിടുക്കമായിരുന്നു അന്ന്. തനിക്ക് മാത്രമായി ദൈവം തന്ന ഒരേ ഒരാളിൻ്റെ കൂടെ കിട്ടുന്ന 6-7 മണിക്കൂറുകൾ. എന്തെല്ലാം സംസാരിക്കാനുണ്ട്. അടക്കിയ ഒച്ചയിൽ താൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് വാസുവേട്ടൻ കിടക്കുന്നു. ഇടയ്ക്കിടെ മൂളുന്നു. വാസുവേട്ടൻ്റെ മാറിലൂടെ വിരലുകൾ ഓടിച്ചുകൊണ്ടാണ് തൻ്റെ ഭാഷണം. ഇടയ്ക്ക് മൂളൽ കേൾക്കാതെ വരുമ്പോൾ താൻ മുഖമുയർത്തി വാസുവേട്ടനെ നോക്കുന്നു. ഉറങ്ങിയോ? ഇല്ലടി, നീ പറഞ്ഞു, ഞാൻ കേൾക്കുന്നുണ്ട്. അരിക്കച്ചവടവും ഉണ്ടെന്ന്. പാലക്കാട്ട് നെല്ലിന് ക്ഷാമം വന്നാൽ മദ്രാസിലേക്ക് പോകും. പൊള്ളാച്ചി വഴിയാണ് യാത്ര. വാസുവേട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ മനസമാധാനമില്ല. ഒറ്റയ്ക്കാണ് പലപ്പോഴും പോകാറ്. അറിയാത്ത നാട്, അറിയാത്ത ഭാഷ, അറിയാത്ത മനുഷ്യർ. എത്ര ദിവസം കഴിഞ്ഞാണ് മടങ്ങി വരിക? വിവരങ്ങൾ അറിയാൻ ഫോണില്ല. ആപത്തൊന്നും കൂടാതെ തിരിച്ചെത്തിയാൽ മതിയെന്നേയുള്ളൂ. എന്തെല്ലാം ആപത്തുകളുണ്ട്. ഓർക്കാപ്പുറത്ത് രോഗം വരാം. ധാരാളം പകർച്ചവ്യാധികൾ ഉള്ള കാലമാണ്. പണം തട്ടിയെടുക്കാൻ വേണ്ടി കള്ളന്മാരോ കവർച്ചക്കാരോ എന്ത് ഹീനകൃത്യവും ചെയ്തെന്ന് വരാം. പ്രാർത്ഥനകളോടെയാണ് കാത്തിരിപ്പ്. ഈശ്വര, എൻ്റെ നെറ്റിയിലെ കുങ്കുമം മായ്ച്ചു കളയരുതേ. എന്തുമാത്രം സ്നേഹിച്ചിരുന്നു, എന്തുമാത്രം. പിന്നീട് എങ്ങനെ വെറുക്കാനും മറക്കാനും കഴിഞ്ഞു. ഓർത്തു നോക്കിയാൽ അന്താളിച്ചു പോകുന്നു. ഇന്ന് തൻ്റെ നെറ്റിയിലെ സിന്ദൂരവും മാഞ്ഞിരിക്കുന്നു. നിലവിളിച്ചുവോ താൻ? ഒരു തേങ്ങൽ, ഒരു തുള്ളി കണ്ണീർ? ഇല്ല. അത്തരം നൊമ്പരങ്ങളൊന്നും മനസ്സിലേൽക്കാത്ത വിധം ആ ബന്ധത്തിൻ്റെ സ്മരണ കൂടി വിറങ്ങലിച്ചു പോയിരുന്നു. ഒരുതരം വിഹുലത മാത്രം ശേഷിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് കരുതിയാൽ എന്തിനു തിരിച്ചു വന്നു? സ്വന്തം മകളെ തൻ്റെ മുന്നിലിട്ട് കുരുതി കൊടുത്ത് പ്രായശ്ചിത്തം ചെയ്യാനോ? ഒരു യാചകന്റെ ദൈന്യത്തോടെ ആശുപത്രിയിൽ കിടന്നു മരിക്കാനോ? ഇനി എന്ത്? കരിമ്പനകളെ പിടിച്ചുലച്ചു വന്ന ഒരു കാറ്റില ജനാലപ്പാളി അടച്ചു കളഞ്ഞു. ജാനകിയമ്മ നിവർന്ന് തിരിഞ്ഞു നോക്കി. പിന്നെ മാറിൽ കൈകൾ കെട്ടി ചിന്താധീനിയായി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ശ്രീനിവാസനും ചന്ദ്രബാബുവും രഘുവരനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയായിരുന്നു. ഗീതാമണിയും കൃഷ്ണകുമാരിയും കൂടി വിഭവങ്ങൾ മേശപ്പുറത്തേക്ക് എടുത്തു വെക്കുകയാണ്. ജാനകിയമ്മ ഊണുമുറിയിലേക്ക് വന്നു. ശ്രീനിവാസനും ചന്ദ്രബാബുവും വേഷം മാറിയിരിക്കുന്നത് കണ്ട് അവർ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ രാവിലെ? മില്ലില്. ചന്ദ്രബാബു പറഞ്ഞു. ആശുപത്രിയിൽ പോകണ്ടേ? എന്തിന്? ശ്രീനിവാസൻ നെറ്റി ചുളിച്ചു. അവിടെ ഒരാൾ മരിച്ചു കിടപ്പുണ്ട്. നിങ്ങളുടെ അച്ഛനാണത്. അച്ഛനായിരുന്നു എന്ന് പറ. ഇപ്പോഴാണോ? അല്ല. അമ്മയുടെ ഭർത്താവാണോ? അല്ല. ജീവനോടിരുന്നപ്പോൾ മറ്റു വല്ലവരുടെയും ഭർത്താവായി ജീവിച്ചിട്ടുണ്ടായിരിക്കും. മറ്റു വല്ല മക്കളുടെയും അച്ഛനായിരുന്നിരിക്കും. മരണത്തോടെ അതെല്ലാം തീർന്നില്ലേ? അമ്മ എന്തൊക്കെയായി പറയുന്നേ? ഞങ്ങളിപ്പോൾ എന്തു വേണം? ആശുപത്രിയിൽ ചെല്ലണം. അച്ഛൻ്റെ ശവദാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. അത് ആശുപത്രിക്കാരോ മുനിസിപ്പാലിറ്റിക്കാരോ ചെയ്തോളും. മറ്റേ പെണ്ണിനെ കുഴിച്ചിടാൻ നമ്മുടെ സഹായമൊന്നും വേണ്ടി വന്നില്ലല്ലോ. അതുപോലല്ല ബാബു, നിങ്ങൾക്കെല്ലാം ജന്മം തന്നയാളാണത്. ആ മനുഷ്യൻ്റെ ശരീരം ചുടുകാട്ടിൽ കൊണ്ടുപോയി അനാഥ ശവം പോലെ ദഹിപ്പിക്കാനുള്ളതല്ല. അമ്മയ്ക്ക് എവിടെ നിന്നുണ്ടായി ഇപ്പോൾ ഈ സ്നേഹം? അമ്മയുടെ ശത്രുവല്ലായിരുന്നോ കഴിഞ്ഞ 21 കൊല്ലവും? അച്ഛൻ്റെ ഓർമ്മ പോലും. അച്ഛൻ ദുഷ്ടനാണ്, നീചനാണ്, നിന്ദനാണ് എന്നെല്ലാം അമ്മ തന്നെയല്ലേ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചത്? അച്ഛൻ മരിച്ചുപോയിന്ന് കരുതിയാൽ മതിയെന്ന് 21 കൊല്ലം മുമ്പ് അമ്മ പറഞ്ഞതും എനിക്ക് ഓർമ്മയുണ്ട്. അതെ, അമ്മ തന്നെയാണ്. നെഞ്ചിലുണർന്ന നടുക്കം പുറത്തു കാട്ടാതെ ജാനകിയമ്മ പറഞ്ഞു. ഇപ്പോഴും ഇതുതന്നെ പറയുന്നു. 21 കൊല്ലം മുമ്പ് എൻ്റെ ഭർത്താവ് മരിച്ചു. പക്ഷേ ആ മനുഷ്യൻ്റെ മൃതദേഹം ഇന്നാണ് കണ്ടുകിട്ടുന്നത്. അത് വീണ്ടെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് യഥാവിധി ദഹിപ്പിക്കണം. അത് ചെയ്യാനുള്ള കടമ മക്കളായ നിങ്ങൾക്കുമുണ്ട്. അത് നടക്കില്ലമ്മേ. ചന്ദ്രബാബു എഴുന്നേറ്റു. ഇനിയൊരു ശവം കൊണ്ടുവന്ന് ചുട്ടരിച്ചിട്ട് കിട്ടുന്ന പുണ്യമൊന്നും ഞങ്ങൾക്ക് വേണ്ട, ആർക്കും വേണ്ട. ജാനകിയമ്മ ചന്ദ്രബാബുവിനെയും ശ്രീനിവാസനെയും നോക്കി. ഏതാനും നിമിഷം നിന്നു. പിന്നെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. 5 മിനിറ്റിനുള്ളിൽ വേഷം മാറി കാറിൻ്റെ സ്വിച്ച് കീയും എടുത്തു വന്നു. അവർ കാർ പോർച്ചിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് ചന്ദ്രബാബു ചോദിച്ചു, അമ്മ എങ്ങോട്ടാ? ആശുപത്രിയിലേക്ക്. ജഡം ഏറ്റുവാങ്ങണം. ഈ തറവാട്ടിലേക്ക് കൊണ്ടുവരണം. ശ്രീനിവാസനും ചന്ദ്രബാബുവും പരസ്പരം നോക്കി. ഞങ്ങൾ സമ്മതിക്കില്ല, ശ്രീനിവാസൻ പറഞ്ഞു. നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം? വാസുവേട്ടൻ്റെ ശരീരം ഞാൻ ഈ വീട്ടുവളപ്പിൽ കൊണ്ടുവന്ന് ദഹിപ്പിക്കും. എൻ്റെ മണ്ണാ ഇത്. ജാനകിയമ്മ കാറിൽ കയറി. കാർ സ്റ്റാർട്ട് ചെയ്തു. അത് റോഡിലേക്ക് ഓടിച്ചു പോകുന്നത് നോക്കി മറ്റുള്ളവർ സ്തബ്ധരായി നിന്നു.
ജാനകിയമ്മ ജില്ലാശുപത്രിയിൽ എത്തുമ്പോഴേക്കും വാസുദേവന്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് നീക്കം ചെയ്തു കഴിഞ്ഞിരുന്നു. ജാനകിയമ്മ ആശുപത്രി സൂപ്രണ്ടിനെ നേരിൽ കണ്ട് സംസാരിച്ചു. മരിച്ച വാസുദേവന്റെ ആരാണ് നിങ്ങൾ? ഡോക്ടർ ചന്ദ്രമോഹൻ ചോദിച്ചു. ഭാര്യയായിരുന്നു. എന്നിട്ട് നിങ്ങളെ ഇതുവരെ ഹോസ്പിറ്റലിൽ കണ്ടില്ലല്ലോ. ഇതുവരെ എവിടെയായിരുന്നു? വാസുദേവന്റെ ഒരു മകൾ സൂയിസൈഡ് ചെയ്ത വിവരം പോലും നിങ്ങൾ അറിഞ്ഞില്ലേ? ആ കുട്ടിയുടെ ഡെഡ് ബോഡി ഏറ്റുവാങ്ങാനും സംസ്കരിക്കാനും ആളില്ലാഞ്ഞ് അനാഥ ശവം പോലെ ഒരു പകലും രാത്രിയും മോർച്ചറിയിൽ കിടക്കുകയായിരുന്നു. ഒടുവിൽ ചാരിറ്റി സൊസൈറ്റിക്കാരാണ് അത് ഏറ്റുവാങ്ങി സംസ്കരിച്ചത്. ഞാനാ മനുഷ്യൻ്റെ ഭാര്യയായിരുന്നു എന്നു മാത്രമേ പറഞ്ഞുള്ളൂ. 21 വർഷം മുമ്പ് ഞങ്ങൾ വേർപിരിഞ്ഞതാണ്. വാസുവേട്ടൻ വേറെ വിവാഹം കഴിച്ചു. ആ ബന്ധത്തിലുണ്ടായ കുട്ടിയുടെ കാര്യമാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത്. അതെൻ്റെ ഉത്തരവാദിത്തമല്ല. എങ്കിൽ ഇതും നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലെന്ന് പറഞ്ഞ് കൈയൊഴിയാമല്ലോ. ഡോക്ടറുടെ സ്വരത്തിൽ അമർഷം ബാക്കി നിന്നിരുന്നു. മരിച്ചവർക്ക് ചെയ്യേണ്ട ചില കർമ്മങ്ങളൊക്കെയില്ലേ ഡോക്ടർ? ആ കർമ്മങ്ങളോടെ ശവദാഹം നടത്തേണ്ടത് ഭാര്യയുടെയും മക്കളുടെയും കടമയും അവകാശവുമാണ്. എന്നാലേ മരിച്ചയാളിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുകയുള്ളൂ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഇവിടെ ഒരു തടസ്സവുമില്ല, അതൃപ്തിയോടെ ഡോക്ടർ ചന്ദ്രമോഹൻ പറഞ്ഞു. വാസുദേവന്റെ മൃതദേഹം ഏറ്റുവാങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ട് ജാനകിയമ്മ മോർച്ചറിക്ക് മുന്നിലെത്തി. മോർച്ചറിയുടെ വരാന്തയിൽ ഭിത്തിമേൽ ചാരി ഒരു പെൺകുട്ടി നിൽക്കുന്നത് ജാനകിയമ്മ കണ്ടു. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് വാസുദേവനോടൊപ്പം ഒരു ഓട്ടോറിക്ഷയിൽ മാത്തൂർ വീടിൻ്റെ മുറ്റത്ത് വന്നെറിയ പെൺകുട്ടി മീനാക്ഷി. അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ജാനകിയമ്മയ്ക്ക് ഒരു ഉൾക്കിടിലമുണ്ടായി. ചീറിയടിക്കുന്ന ഹിമക്കാറ്റേറ്റ് മരവിച്ചു പോയതുപോലെ നിശ്ചലമായ നിൽപ്പ്, ശൂന്യമായ നോട്ടം. അവൾ തന്നെ തിരിച്ചറിഞ്ഞില്ലേ? ജാനകിയമ്മയ്ക്ക് അവളുടെ അടുത്തേക്ക് ചെല്ലാൻ ധൈര്യമുണ്ടായില്ല. മൃതദേഹം കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ഏർപ്പാട് ചെയ്തിട്ട് ജാനകിയമ്മ ഫോൺ വിളിക്കാനായി ടെലിഫോൺ ബൂത്തിലേക്ക് പോയി. മാത്തൂരേക്ക് വിളിച്ചപ്പോൾ ഗീതാമണിയാണോ ലൈനിൽ കിട്ടിയത്. ശ്രീനി എവിടെ ഗീത ജാനകിയമ്മ ചോദിച്ചു. ശ്രീനിയേട്ടൻ ഇവിടെ ഇല്ല. ചന്ദ്രബാബുവോ? അമ്മ പോയ ഉടനെ അവർ 3 പേരും കൂടി പുറത്തേക്ക് പോയി. രഘുവിൻ്റെ കേസ് കാര്യത്തിനാണെന്നാ തോന്നുന്നത്. അവരെപ്പോൾ തിരിച്ചു വരും? ചിലപ്പോൾ രാത്രി ആയേക്കുമെന്ന് പറയുന്ന കേട്ടു. ജാനകിയമ്മയ്ക്ക് വേവലാതിയായി. ആംബുലൻസ് വീട്ടിലെത്തുമ്പോഴേക്കും ശവദാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരിക്കണം. തൻ്റെ മക്കളാണതെല്ലാം ഏർപ്പാട് ചെയ്യേണ്ടത്. മൃതദേഹം അവിടെ കൊണ്ടുചെന്ന് പൊതുദർശനത്തിന് വെക്കാനോ ശവദാഹത്തിന് കാലവിളംബം വരുത്താനോ പാടില്ല. അവരാരും ഒന്നും പറഞ്ഞിട്ടല്ലേ പോയത്? ജാനകിയമ്മ ചോദിച്ചു. രാത്രി വൈകിട്ടേ തിരിച്ചു വരുള്ളൂ എന്ന് മാത്രം പറഞ്ഞു. അവർ മനഃപൂർവ്വം വീട് വിട്ട് നിൽക്കുകയല്ലേ ഗീതാമണി? എനിക്കറിയില്ല. ഇതുകൊണ്ട് എന്നെ തോൽപ്പിക്കാമെന്നാണോ നിങ്ങളുടെ വിചാരം? അമ്മ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി. ജാനകിയമ്മ റിസീവർ വെച്ചു. ഏതാനും നിമിഷം ആലോചിച്ച് നിന്നിട്ട് റൈസ് മില്ലിലേക്ക് ഫോൺ ചെയ്തു. റിസപ്ഷനിൽ ഇരിക്കുന്ന സുശീലയാണ് ഫോൺ എടുത്തത്. വിളിക്കുന്നത് ജാനകിയമ്മയാണെന്നറിഞ്ഞപ്പോൾ ഭവ്യതയോടെ അവൾ ചോദിച്ചു. എന്താ മാഡം? മുരളീധരൻ ഇല്ലേ അവിടെ? ക്യാബിനിലാ, ഞാൻ അങ്ങോട്ട് കൊടുക്കാം. 1 മിനിറ്റിനുള്ളിൽ മാനേജർ മുരളീധരൻ ലൈനിൽ വന്നു. മുരളി, ഞാനാ ജാനകി. എവിടുന്നാ? പാലക്കാട്ടു നിന്ന്. മുരളി, എനിക്കൊരു സഹായം ചെയ്യണം. മാഡം പറഞ്ഞോളൂ. വാസുവേട്ടനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ ശവദാഹം നടത്താനുള്ള ഏർപ്പാട് മുരളി ചെയ്യണം. അതിനവിടെ ശ്രീനി സാറും ബാബു സാറും ഒക്കെ ഇല്ലേ? അവരെല്ലാം എവിടെയോ പോയിരിക്കുക. ശവദാഹം ഇന്ന് തന്നെ നടത്തണം. അവരുപോലും ഇല്ലാതെ ഞാനെങ്ങനെയാ? മുരളി, ഞാൻ പറയുന്നത് അനുസരിക്കുക. പറ്റില്ലെങ്കിൽ ഇപ്പം പറയണം. ഞാനാണ് മുരളിയെ റൈസ് മില്ലിൻ്റെ മാനേജരായിട്ട് നിയമിച്ചത്. ശമ്പളം തരുന്നതും ഞാനാ. മുരളി എൻ്റെ റൈസ് മില്ലിൽ ജോലി തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും നാളെ മുതൽ സുപ്രിയ റൈസ് മിൽ പൂട്ടിയിടണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നതും ഞാനാ. മാഡം പറഞ്ഞാൽ മതി, ഞാൻ വേണ്ടത് ചെയ്യാം. എങ്കിലുടൻ മാത്തൂര് ഒരു ശവദാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുക. ഇതേപ്പറ്റി ആരോടും ഒരു വാക്കുപോലും പറയണ്ട. മറ്റാരുടെയും ഒരു വാക്കുപോലും കേൾക്കുകയും വേണ്ട. എൻ്റെ മക്കളുടേതായാൽ പോലും. മനസ്സിലായോ? ശരി മാഡം. ഗോപിനാഥനെ കൂടി വിളിക്കണം. മുരളി, മാത്തൂർ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. വേറെ പ്രത്യേകിച്ചൊന്നും പറയണ്ട. ഓക്കെ മാഡം. വീട്ടുവളപ്പിൽ തെക്കേ തറവാടുകെട്ടിന് പിറകിൽ ചുറ്റുമതിലിനോട് ചേർന്ന് ഒരു പുളിമരം നിൽപ്പുണ്ട്. അതിനടുത്തായിട്ടാവണം ചിതയൊരുക്കാൻ. 2 മണിക്കൂറിനുള്ളിൽ ആംബുലൻസ് എത്തും. അപ്പോഴേക്കും എല്ലാം റെഡിയായിരിക്കണം. ശരി. ജാനകിയമ്മ റിസീവർ വെച്ചു. ഇനി ആരെയെങ്കിലും വിളിക്കാനുണ്ടോ എന്ന് ആലോചിച്ചു. ഇല്ല, ആരെയും വിളിക്കാനില്ല. അവർ ബൂത്തിലെ പൈസ കൊടുത്തിട്ട് ഇറങ്ങി ആശുപത്രി കെട്ടിടത്തിലേക്ക് നടന്നു. മുരളീധരൻ ഒരു ഓട്ടോറിക്ഷയിൽ മാത്തൂരെത്തി. അയാളോടൊപ്പം 2 പോലിക്കാരുമുണ്ട്. ഗീതാമണി സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി വന്നു. ഇവിടെ ശ്രീനിയേടനും ബാബുവേടനും ഒന്നുമില്ല. അമ്മയും പുറത്തേക്ക് പോയതാ, അവൾ അറിയിച്ചു.
സാരമില്ല, പിറകുവശത്തെ മതിലിൻ്റെ ഗേറ്റ് തുറന്നു തന്നാൽ മതി. അത് പൂട്ടിയിരിക്കുകയാണല്ലോ. താക്കോലുണ്ടാവുമല്ലോ. അതെവിടാണെന്ന് ആർക്കറിയാം? ഞാനൊന്ന് നോക്കട്ടെ. മുരളീധരൻ പിൻമുറ്റത്തേക്ക് നടന്നു. തെക്കേക്കെട്ടിൻ്റെ പിൻഭാഗത്തെ മുറ്റത്ത് ചിരട്ടകളും തേങ്ങാ പൊതിച്ച ചകിരിയും കത്തിക്കാൻ കൊണ്ടുവന്നിട്ട ഉണങ്ങിയ ഓലമടലുകളും അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്നു. മുരളീധരൻ പെയിൻ്റിളകിയ തുരുമ്പിച്ചു തുടങ്ങിയ പഴയ ഗേറ്റ് നോക്കി. ചെറിയൊരു താഴിട്ട് പൂട്ടിയിട്ടുണ്ട്. ഗീതാമണിയും കൃഷ്ണകുമാരിയും സുപ്രിയയും കൂടി പിൻഭാഗത്തേക്ക് ചെന്നു. എന്താ മുരളീധര ഇവിടെ? കൃഷ്ണകുമാരി ചോദിച്ചു. ഇവിടെ ഒരു ചിത തയ്യാറാക്കണമെന്ന് മാഡം എന്നോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ചിതയോ? എന്തിന്? കൃഷ്ണകുമാരി ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. അത് എനിക്കും അറിയില്ല. എന്നോട് അങ്ങനെ പറഞ്ഞു. അനുസരിക്കാതെ പറ്റില്ലല്ലോ. മുരളീധരൻ മുൻവശത്തി എന്ന് കൂലിക്കാരെ വിളിച്ചുകൊണ്ടുവന്നു. അവരുടെ കൈവശം കൈക്കോട്ടും മൺവെട്ടിയും ഉണ്ടായിരുന്നു. മുരളീധരൻ പുളിമരത്തിനും കരിമ്പനയ്ക്കുമിടയിൽ മതിലിൽ നിന്നും 5 അടിയോളം ഇപ്പുറത്തായി ചിതയ്ക്കുള്ള സ്ഥലം ചെത്തിയൊരുക്കാൻ പണിക്കാരോട് നിർദ്ദേശിച്ചു. ശ്രീനിയേട്ടനും ബാബുവും വന്നിട്ട് മതി ചിതയൊരുക്കലൊക്കെ, കൃഷ്ണകുമാരി അമർഷത്തോടെ പറഞ്ഞു. ആണുങ്ങൾ ആരുമില്ലാത്ത സമയത്താണോ വീട്ടുവളപ്പിൽ കയറി ഓരോന്ന് ചെയ്യുന്നേ? അതും ചിതയൊരുക്കല്? മാഡം പറഞ്ഞിട്ടാണ്. എങ്കിൽ അമ്മ ഇങ്ങോട്ട് വരട്ടെ, അത് കഴിഞ്ഞു മതി, ഗീതാമണി പറഞ്ഞു. അവരെത്തുമ്പോഴേക്കും ചിത ഒരുക്കിയിരിക്കണം. ഇവിടെ ഒരു ചിതയൊരുക്കണമെങ്കിൽ അത് ആദ്യം അറിയേണ്ടത് ശ്രീനിയേട്ടനും ബാബുവും രഘുവാ. അവരാണ് മുന്നിൽ നിന്ന് അത് ചെയ്യിക്കേണ്ടത്. ഗീതാമണി തർക്കിച്ചു. അതൊക്കെ നിങ്ങളുടെ വീട്ടുകാര്യം. മാഡം പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ നാളെ മുതൽ ഞാൻ വീട്ടിലിരിക്കേണ്ടി വരും. അല്ലെങ്കിലും ചിലപ്പോൾ അങ്ങനെ തന്നെ വേണ്ടിവരും, കൃഷ്ണകുമാരി പകയോടെ പറഞ്ഞു. നിങ്ങൾ എന്തിനാ എന്നോട് വഴക്കിടുന്നേ? മാഡവുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ അവർ വരുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാമല്ലോ. അമ്മ വന്നിട്ട് മതിയെന്നല്ലേ പറഞ്ഞത്? നിങ്ങളെന്താ ഇങ്ങനെ? ഇവിടെയായാലും മില്ലിലായാലും മാഡം പറയുന്നതനുസരിച്ചല്ലേ ഇതുവരെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഉടനെ ശ്രീനി സാറിനെയോ ബാബു സാറിനെയോ വിളിച്ചു വരുത്ത്. എതിർത്തിട്ട് ഫലമില്ലെന്ന് കൃഷ്ണകുമാരിക്കും മനസ്സിലായി. അമ്മ ഭക്തനാണ് മുരളീധരൻ. അമ്മയ്ക്കാണ് അധികാരവും ശക്തിയും എന്ന് വിശ്വസിക്കുന്നവൻ. അമ്മ പറയുന്നതേ അയാൾ അനുസരിക്കൂ. പിന്നെയും തർക്കിക്കാൻ നിന്ന ഗീതാമണിയെ കൃഷ്ണകുമാരി പിന്നോട്ട് വലിച്ചു. വേണ്ട, അയാളോട് തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ല. മാത്രമല്ല, ഈ വീട്ടിൽ അമ്മയ്ക്കും മക്കൾക്കുമിടയിൽ ഒരു കലഹം ഉണ്ടായിട്ടുണ്ടെന്ന് മറ്റുള്ളവർ അറിയുന്നതും നല്ലതല്ലല്ലോ. ചിതയ്ക്കുള്ള സ്ഥലം വെട്ടിയൊരുക്കാൻ നിർദ്ദേശിച്ചിട്ട് മുരളീധരൻ ഓട്ടോയിൽ കയറി പിന്നെയും യാത്രയായി. അയാൾ പയ്യലൂരിൽ ചെന്ന് ഗോപിനാഥനെ വിളിച്ചുകൊണ്ടുവന്നു. ഇതിനിടയിൽ കൃഷ്ണകുമാരിയും ഗീതാമണിയും കൂടി ശങ്കരമാമനെ വിവരം അറിയിച്ചു. അമ്മ ഇവിടെ ചിത കൂട്ടാൻ ഏർപ്പാടാക്കിയിരിക്കണ്. ആശുപത്രി കിടന്ന് മരിച്ചയാളുടെ ശവം ദഹിപ്പിക്കാനാണത്രേ. മാമൻ ഇവിടെ ഒന്ന് വേഗം വരണം. അടുത്തതായി അവർ ജയശ്രീയെ വിളിച്ചു പറഞ്ഞു. ഇതിനിടെ മുരളീധരൻ പാഞ്ഞു നടന്ന ശവദാഹത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു. ശങ്കരമ്മാമ എത്തി. എന്താ ഗോപി ഇതിൻ്റെയൊക്കെ അർത്ഥം? അവളുടെ തലയ്ക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഗോപിനാഥൻ കൈമലർത്തി കാട്ടി. അയാൾ ആകെ പരിക്ഷീണനായിരുന്നു. ഇയാൾ തെണ്ടിക്കേറി വന്നപ്പോൾ വീട്ടിൽ കയറ്റിയില്ല. നല്ലത്. എവിടെയെങ്കിലും പോയി ചാവട്ടെ എന്നും വെച്ചു. അതും നല്ലത്. എന്തിന് ശവം ഇങ്ങോട്ട് കെട്ടിവലിച്ചു വരണ? ഗോപിനാഥൻ്റെ അനുകൂല പ്രതികരണത്തിനായി ശങ്കരൻ അനുജനെ നോക്കി. ഗോപിനാഥന് മിണ്ടാട്ടമില്ല. അയാളുടെ മകൻ കൊലക്കുറ്റത്തിന് റിമാൻഡിൽ കിടക്കുന്നു. മകനെ രക്ഷിക്കാൻ വേണ്ടി ഓടി നടന്ന് അയാൾ തളർന്നു പോയിരിക്കുന്നു. വാദികൾ പ്രബലന്മാരായതുകൊണ്ട് മകനെ ജാമ്യത്തിൽ ഇറക്കാൻ പോലും അയാൾ ഒരു നിവൃത്തി കാണുന്നില്ല. ശ്രീനിയേട്ടനെ ഫോണിൽ കിട്ടുന്നില്ല, ബാബുവിനെയും കിട്ടുന്നില്ല. കൃഷ്ണകുമാരി അങ്ങോട്ട് വന്നു പറഞ്ഞു. 2 പേർക്കും മൊബൈലുള്ളതാ, ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറയുന്നു. അവരെന്ത് മണ്ടന്മാരാ? അമ്മയെ പേടിച്ച് മാറി നിൽക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? ജാനകി ശവം കൊണ്ടുവരുമ്പോൾ ഈ വീട്ടുവളപ്പിൽ ദഹിപ്പിക്കാൻ ഒക്കില്ലെന്ന് പറയാൻ അവരല്ലേ മുന്നിൽ നിൽക്കേണ്ടത്? ഭീരുക്കള്, ശങ്കരമാമ പറഞ്ഞു. പിന്നാമ്പുറത്ത് ചിത ഒരുങ്ങിക്കഴിഞ്ഞു. കർമ്മങ്ങൾ നടത്തേണ്ട ആളെയും മുരളീധരൻ വണ്ടിയിൽ എത്തിച്ചു. അരമണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ ജാനകിയമ്മയുടെ കാർ മാത്തൂരെ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് വന്നു. അത് പോർച്ചിൽ നിന്നു. പിന്നാലെ ഒരു ആംബുലൻസും മുറ്റത്തേക്ക് കയറി. കാറിൽ നിന്നിറങ്ങിയ ജാനകിയമ്മ പടിഞ്ഞാറക്കെട്ടിലെ സിറ്റൗട്ടിൽ കൂടി നിൽക്കുന്നവരെ നോക്കി. ഗോപിനാഥൻ, ശങ്കരേട്ടൻ, തൻ്റെ മക്കളെ കാണാനില്ല. ജാനകിയമ്മ ആംബുലൻസിനടുത്തേക്ക് ചെന്നു. മൃതദേഹം 1 മിനിറ്റ് പൂമുഖത്തേക്ക് ഇറക്കി വെക്കണം. വാസുവേട്ടൻ്റെ അമ്മയുണ്ട്. അവർക്ക് അവസാനമായിട്ടൊന്ന് കാണണമല്ലോ. ഒരു സ്ട്രെച്ചറിലായിരുന്നു വാസുദേവൻ്റെ ജഡം കിടത്തിയിരുന്നത്. ജാനകിയമ്മ പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകി കൂട്ടിക്കൊണ്ടു വന്നിരുന്ന അറ്റൻഡർമാർ സ്ട്രെച്ചർ പിടിച്ച് മുറ്റത്തേക്ക് ഇറക്കി. ജാനകിയമ്മ തറവാട് കെട്ടിന് നേർക്ക് നടന്നു. പിന്നാലെ നടുമുറ്റത്തുകൂടി സ്ട്രെച്ചർ തള്ളിക്കൊണ്ട് 2 അറ്റൻഡർമാരും. ശങ്കരൻ വേഗം തെക്കേക്കെട്ടിൻ്റെ വരാന്തയിലെത്തി. ജാനകി, നീ എന്തായി കാണിക്കുന്നത്? തടഞ്ഞു നിന്നുകൊണ്ട് ശങ്കരൻ ചോദിച്ചു. ശങ്കരേട്ടൻ ഇതിൽ ഇടപെടരുത്, ജാനകിയമ്മ പറഞ്ഞു. ഇതിവിടെ ഞാൻ സമ്മതിക്കില്ല. ജാനകിയമ്മ മുഖമുയർത്തി അയാളെ നോക്കി.
പടിഞ്ഞാറക്കെട്ടിന് നേർക്ക് ജാനകിയമ്മ കൈ ചൂണ്ടി. ശങ്കരേട്ടൻ അങ്ങോട്ട് മാറി നിൽക്ക്, എൻ്റെ വീടായത്. ആ ശബ്ദത്തിലെ ഉരുക്കുപോലുള്ള ദാർഢ്യം ശങ്കരനെ അന്താളിപ്പിച്ചു. അയാൾ ഒരു പിന്തുണയ്ക്കായി മറ്റുള്ളവരെ നോക്കി. ഗോപിനാഥൻ മുഖം തിരിച്ചു കളഞ്ഞു. ഇനിയുള്ളത് സ്ത്രീകളാണ്. ആ വരാന്തയിലേക്ക് എടുത്ത് കിടത്തിക്കോളൂ, ജാനകിയമ്മ അറ്റൻഡർമാരോട് പറഞ്ഞു. ഗോപി, നീയും വാ, ഒരു കൈ സഹായിക്ക്. ഗോപിനാഥൻ ജാനകിയമ്മയെ നോക്കി. പിന്നെ തെല്ല് ദീനഭാവത്തിൽ ശങ്കരനെയും. മുരളീധരൻ എങ്ങു നിന്നോ പാഞ്ഞു വന്നു. എല്ലാം തയ്യാറാണോ മുരളി? ജാനകിയമ്മ ചോദിച്ചു. ഒക്കെ റെഡിയാ, അയാൾ കിതപ്പോടെ പറഞ്ഞു. അങ്ങോട്ട് എടുത്തോളൂ, ജാനകിയമ്മ അറ്റൻഡർമാരോട് നിർദ്ദേശിച്ചു. വെള്ളപ്പോടി പുതപ്പിച്ച വാസുദേവന്റെ മൃതദേഹം അറ്റൻഡർമാർ എടുത്ത് സിമന്റ് തറയിൽ തെക്ക് വടക്കായി കിടത്തി. വാസുദേവന്റെ പാദങ്ങളും മുഖവും മാത്രമേ വെളിയിൽ കാണാമായിരുന്നുള്ളൂ. തലയ്ക്കൽ ഒരു നിലവിളക്ക് കൊളുത്തി വെക്കണം, ചന്ദനത്തിരികൾ കത്തിക്കണം. പൂവും ചന്ദനവും ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത് കാറിലിരിപ്പുണ്ട്. വായ്ക്കരിയിടണം. ഗോപിനാഥനോട് അത്രയും പറഞ്ഞിട്ട് ജാനകിയമ്മ വരാന്തയിലേക്ക് കയറി. ഗോപിനാഥൻ നിലവിളക്ക് എടുക്കാനായി പൂജാമുറിയിലേക്ക് പോയി. എണ്ണയൊഴിച്ച് തിരിയിട്ട നിലവിളക്ക് 2 മിനിറ്റിനുള്ളിൽ കൊണ്ടുവന്ന് വാസുദേവന്റെ തലയ്ക്ക് ഭാഗത്ത് വെച്ചു. തീപ്പെട്ടിയൊരിച്ച് തിരി കൊളുത്തി. ആംബുലൻസിനുള്ളിൽ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്, വിളിച്ചോണ്ട് വരൂ, ജാനകിയമ്മ മുരളീധരനോട് പറഞ്ഞു. മുരളീധരൻ ചെന്ന് ആംബുലൻസിന്റെ തുറന്നു കിടന്ന പിൻവാതിലൂടെ നോക്കി. ഒരു പെൺകുട്ടി സീറ്റിൽ ചാരി എങ്ങോ തുറച്ചു നോക്കിയിരിക്കുന്നു. അവൾ ആ ലോകത്തെങ്ങും അല്ലെന്ന് തോന്നി. മുഷിഞ്ഞ വേഷവും ഓജസറ്റ മുഖവും തളർന്ന ശരീരവും. കുട്ടി, ഇറങ്ങി വരൂ, മുരളീധരൻ വിളിച്ചു. അവൾ ഞെട്ടിയതുപോലെ തോന്നി. പടിഞ്ഞാറക്കെട്ടിന്റെ വരാന്തയിൽ എന്താണ് സംഭവമെന്നറിയാതെ നോക്കി നിൽക്കുകയാണ് ശങ്കരനും കൃഷ്ണകുമാരിയും ഗീതാമണിയും സുപ്രിയയും. എണ്ണ പുരളാതെ ചീകിയൊതുക്കാതെ അങ്ങിങ്ങ് ചിതറിയും പിരിഞ്ഞും കിടന്ന മുടിയൊന്ന് മാടി ഒതുക്കുക പോലും ചെയ്യാതെ ശരിക്ക് ബുദ്ധി ഉറക്കാത്തവളെ പോലെ മീനാക്ഷി ഒരു ബിക്ഷോപ്പർ ബാഗും ഇടം കൈയിൽ തൂക്കി കുഴഞ്ഞ കാൽവീപ്പുകളോടെ മുരളീധരന്റെ പിന്നാലെ വരുന്നത് കണ്ട് കാഴ്ചക്കാർ അമ്പരപ്പിൽ പരസ്പരം നോക്കി. മീനാക്ഷി ആരുടെയും മുഖത്ത് നോക്കിയില്ല. കാൽനഖങ്ങളിലാണ് അവൾ കണ്ണു നട്ടിരിക്കുന്നതെന്ന് തോന്നുമായിരുന്നു. തറവാട്ടുകെട്ടിന്റെ സിമന്റ് പടിക്കപ്പുറം അച്ഛനെ കോടി പുതപ്പിച്ച് കിടത്തിയ വരാന്തയ്ക്ക് മുന്നിൽ അവൾ നിന്നു. മീനാക്ഷി, ഇങ്ങ് കയറി വന്നോളൂ, ജാനകിയമ്മ വിളിച്ചു. അവൾ മുഖമുയർത്തി അവരെ നോക്കി. കയറിപ്പോരൂ. മീനാക്ഷി അറച്ചു നിൽക്കുന്നത് കണ്ട് ജാനകിയമ്മ അവളുടെ നേർക്ക് കൈ നീട്ടി. വാസുദേവന്റെ ജഡം കൊണ്ടുവന്ന് ഉമ്മർത്ത് കിടത്തിയിട്ടുണ്ടെന്ന് ഗോപിനാഥൻ വന്നു പറഞ്ഞപ്പോൾ മാധവിയമ്മ ഉൾക്കിടിലത്തോടെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. ഭൂതകാലത്തിലേക്ക് കണ്ണും നട്ടുകൊണ്ടവർ മുറിയിൽ നിന്നും തളത്തിലേക്ക് ഇറങ്ങി. ഇടനാഴിയിലൂടെ പൂമുഖത്തേക്ക് വന്നു. വാസുദേവന്റെ ജഡം തറയിൽ വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്നത് കണ്ടു. ആശ്രയത്തിനെന്നോണം ചുമരിൽ കൈ താങ്ങി അവർ ജഡത്തിനടുത്തെത്തി. അത് തൻ്റെ മകൻ തന്നെയാണോ എന്നവർ സംശയിച്ചു. ശവക്കച്ചയ്ക്കുള്ളിൽ തൻ്റെ മകന്റെ ശരീരം ചുരുങ്ങി ചെറുതായി പോയെന്ന് അവർക്ക് തോന്നി. 21 വർഷത്തെ വേർപെട്ടുള്ള ജീവിതം കൊണ്ട് മനസ്സിൽ കിടന്ന് ജീർണിച്ച് ദുർബലമായി പോയ നൂലിഴകളിൽ മാതൃപിതൃബന്ധത്തിന്റെ ജീവൻ തുടിക്കുന്നത് വേദനയോടും പാരവേശ്യത്തോടും കൂടി അവർ തിരിച്ചറിഞ്ഞു. താൻ 10 മാസം ചുവന്ന് നൊന്തു പ്രസവിച്ച മുലപ്പാലൂട്ടി വളർത്തിയ മകനാണിത്. ഭൂതകാലത്തിന്റെ ഭൂഖണ്ഡാന്തരങ്ങളിൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ അവർ അവന്റെ മുഖം കണ്ടു. അവന്റെ സ്വരം കേട്ടു. ബാലനായും യുവാവായും ഗൃഹസ്ഥനായും അവന്റെ വേഷപ്പകർച്ചകൾ അവരുടെ അകക്കണ്ണിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു. വിറപടർന്ന ചുണ്ടുകൾ തമ്മിൽ അമർത്തിപ്പിടിച്ച് നിസ്സഹായതയോടെ അവർ ശ്രീനിവാസന്റെ സിറ്റൗട്ടിൽ നിന്ന് ശങ്കരനെയും കൃഷ്ണകുമാരിയെയും ഗീതാമണിയെയും സുപ്രിയയെയും നോക്കി. മകന്റെ കാലത്തിൽ ഒരു നിമിഷം ആ വൃത്ത സ്ത്രീ ഇരുന്നു. കണ്ണുകളടച്ച് കൈകൂപ്പി തെല്ലിട പ്രാർത്ഥിച്ചു. വാസുദേവന്റെ പാദങ്ങളിൽ സ്പർശിച്ചിട്ട് അവർ എഴുന്നേറ്റു. വന്ന പോലെ തന്നെ ചുവരിൽ പിടിച്ചുകൊണ്ട് തിരികെ നടന്നുപോയി. ജാനകിയമ്മ ഗോപിനാഥനെ വിളിച്ചു പറഞ്ഞു. ഗോപി, നീയേയുള്ളൂ കർമ്മം ചെയ്യാനും ചിതയ്ക്ക് കൊള്ളിവെക്കാനും. ഗോപിനാഥൻ കൺമിഴിച്ചു. ചേച്ചിക്ക് 3 ആൺമക്കളില്ലേ? അവർ ചെയ്യില്ല, ചെയ്യാതിരിക്കാൻ വേണ്ടി ഒളിവിൽ പോയിരിക്കുന്നു. ഗോപിനാഥൻ തെല്ലിട സംശയിച്ചു നിന്നു. പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഗോപി, മുരളി ചെയ്തോളും. ഗോപിനാഥൻ തൻ്റെ കുടുംബത്തെ ഓർത്തു. ജയിലിൽ കിടക്കുന്ന മകനെ ഓർത്തു. അയാൾ വേഗം കുളിമുറിയിൽ കയറി 2 ബക്കറ്റ് വെള്ളം തലയിലൂടെ ഒഴിച്ച് ഈറനെടുത്ത് വരാന്തയിൽ വന്നു. മാരാർ എത്തി കർമ്മങ്ങൾ ആരംഭിച്ചിരുന്നു. മുരളീധരൻ ജാനകിയമ്മയെ സമീപിച്ചു. പിന്നിലെ ഗേറ്റ് തുറക്കാൻ താക്കോൽ തന്നില്ല. എവിടെയാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞു. ആര്? ഇവിടെയുള്ളവർ. ഇവിടെ ചിത കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നോട് വഴക്കിന് വന്നു. ഞാൻ അല്പം ബലം പിടിച്ചാൽ ഇത്രയൊക്കെ. ജാനകിയമ്മ മറ്റെന്തോ ആലോചിച്ചുകൊണ്ട് മൂളി. താക്കോൽ വേണോ മുരളിക്ക്? ഇനി ആവശ്യമില്ല. പണിക്കാർക്ക് പോകാനും വരാനും വിറക് കൊണ്ടുവന്നിറക്കാനും അത് സൗകര്യമായിരുന്നേനെ. ഇപ്പോൾ എല്ലാം കഴിഞ്ഞില്ലേ? മുരളി പോകരുത്. എല്ലാം കഴിയണ വരെ ഇവിടെ എൻ്റെ കൂടെ നിൽക്കണം. മൃതദേഹം ചിതയിലേക്ക് എടുക്കേണ്ട ഘട്ടമായി. മുരളിയും ഗോപിനാഥനും മുന്നിട്ടിറങ്ങി.
ആംബുലൻസിൻ്റെ അരികിൽ നിന്നിരുന്ന അറ്റൻഡർമാരുടെ സഹായം കൂടി തേടി. 4 പേർ ചേർന്ന് വാസുദേവൻ്റെ ജഡവെടുത്ത് പിന്നാമ്പുറത്ത് കൊണ്ടുപോയി വിറകടുക്കിയ ചിതയ്ക്ക് മീതെ വെച്ചു. അവിടെയും ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്യാൻ ഗോപിനാഥനെ ഉണ്ടായിരുന്നുള്ളൂ. ജാനകിയമ്മ ആംബുലൻസ് ഡ്രൈവർക്കും അറ്റൻഡർമാർക്കും പണം കൊടുത്ത് അവരെ മടക്കി. ഇതിനകം സ്കൂളിൽ നിന്ന് ശ്രീനിവാസിൻ്റെയും ചന്ദ്രബാബുവിൻ്റെയും കുട്ടികൾ വീട്ടിലെത്തിച്ചേർന്നിരുന്നു. വീട്ടിലൊരു ശവദാഹം നടക്കുന്നതറിഞ്ഞ് ആശ്ചര്യപ്പെട്ട് അവരെല്ലാം കാണാമറയത്ത് എത്തിക്കുത്തി നിന്ന് നോക്കി. മതിലിനരികിൽ നിന്നും പുക പൊങ്ങുന്നത് കണ്ട് ചില അയൽക്കാരും വഴിപോക്കരും മതിലിനപ്പുറത്തു നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു ശവദാഹം നടക്കുകയാണെന്ന് കണ്ട് പലരും അന്തം വിട്ടു. ആരുടെ ശവം? മാത്തൂർ ആരാണ് മരിച്ചത്? മരണവാർത്ത ആരും പറഞ്ഞു കേട്ടില്ല. ആരോടും പറയാതെ ആരും അറിയാതെ ഒതുക്കത്തിലൊരു ശവദാഹം. ചിലർ മതിലിനപ്പുറത്തു നിന്ന് തലയെണ്ണി തുടങ്ങി. ജാനകിയമ്മ, റൈസ് മില്ലിൻ്റെ മാനേജർ മുരളീധരൻ, ജാനകിയമ്മയുടെ ഇളയ സഹോദരൻ ഗോപിനാഥൻ, ഇത്രയും പേരെയുള്ളൂ ചിതയ്ക്കരിയിൽ. ആളുകൾ പരസ്പരം ചോദിച്ചു, ആരാണ് മരിച്ചത്? ആർക്കും അറിയില്ല. ഇതിലെന്തോ നിഗൂഢതയുണ്ടെന്ന് ചിലർക്ക് തോന്നി. ഒരു രഹസ്യമരണവും രഹസ്യ ശവദാഹവും. ജാനകിയമ്മയുടെ മക്കൾ പോലും രംഗത്തില്ല താനും. ഇതിനിടെ ഒരു കാർ മാത്തൂരേക്ക് പാഞ്ഞെത്തി. ജാനകിയമ്മയുടെ മകൾ ജയശ്രീയും ഭർത്താവുമായിരുന്നു അത്. അവർ നേരെ ശ്രീനിയുടെ പടിഞ്ഞാറക്കെട്ടിലേക്ക് കയറി ചെന്നു. എന്തായി? ജയശ്രീ വന്ന പാടെ കൃഷ്ണകുമാരിയോട് ചോദിച്ചു. പിന്നാമ്പുറത്തെ മതിലിനരികിൽ ചെന്ന് നോക്ക്, നേരിട്ട് കാണാലോ. ഞങ്ങൾ വരാൻ അല്പം താമസിച്ചു. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരാതെ എങ്ങനെയാ പോരുക? അമ്മ എവിടെ? പുറകിലെ തളത്തിലുണ്ട്. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ജയശ്രീ അന്തം വിട്ടു. അമ്മ ഒരാളിൻ്റെ ശവം കൊണ്ടുവന്ന് ദഹിപ്പിക്കുന്നുണ്ട് പുറകിൽ. പോരെ? ഗീതാമണി പറഞ്ഞു. നിങ്ങൾക്ക് തടഞ്ഞുകൂടായിരുന്നോ? ശങ്കരമാമനെ വരെ വിളിച്ചു വരുത്തി. മാമൻ പറഞ്ഞിട്ടും അമ്മ കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ എന്തു ചെയ്യും? വീടിൻ്റെ മുമ്പിലും പിമ്പിലും ഒക്കെ മതിലിന് ചുറ്റും ആൾക്കൂട്ടം. എല്ലാവരും അറിയും ചെയ്യേ. നാളെ മുതൽ നമ്മളാരും തല പുറത്ത് കാട്ടണ്ട. മരിച്ചുപോയ മനുഷ്യൻ ഇന്നലെ വരെ ആരായിരുന്നു എന്നുള്ളതും ആരുടെ കൂടെയാ ജീവിച്ചിരുന്നതെന്നുള്ളതും ആളുകൾ മറക്കും. എന്നിട്ട് പറയും, സ്വന്തം അച്ഛൻ്റെ ശവദാഹത്തിന് കർമ്മം ചെയ്യാൻ മക്കൾ പോലും തയ്യാറായില്ല. ഒരെലിയെ ചുടുന്ന പോലെ ആരെയും അറിയിക്കാതെ ചുട്ടുകളഞ്ഞു എന്നൊക്കെ. ഛേ! ജയശ്രീ നെറ്റി തിരുമ്മി. എല്ലാം ഒരൊറ്റയാൾ കാരണമാ, നിങ്ങളുടെ അമ്മ. അവരെ നിയന്ത്രിക്കാൻ ആരുമില്ലല്ലോ, സർവാധികാരിയല്ലേ. ജയശ്രീ പിൻവരാന്തയിലേക്ക് കടക്കുന്ന വാതിലിനപ്പുറത്ത് ചെന്ന് നോക്കി. മതിലിനേക്കാൾ ഉയരത്തിൽ ചിത ആളിക്കത്തുന്നുണ്ട്. തീയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രഭ. അമ്മ ചിതയിലാണ് നിൽക്കുന്നതെന്ന് തോന്നിച്ചു. മതിലിനപ്പുറത്തെ റോഡിലെ ആളുകളെ കണ്ടതോടെ ജയശ്രീ പിൻവാങ്ങി. കണ്ണിൽ അഗ്നിവർണം മാത്രം, തീയാളുന്ന ഇരമ്പലും. മറ്റൊന്നും ജാനകിയമ്മ കണ്ടുമില്ല കേട്ടുമില്ല. 18 വർഷം തൻ്റെ പ്രാണനും ഉടലിനും പാതിയായി ജീവിച്ചയാളാണ് ഒരു കനൽക്കട്ടയായി എരിഞ്ഞു തീരുന്നതെന്ന ഓർമ്മ ഇടയ്ക്കിടെ അവരുടെ മനസ്സിനെ കിടിലം കൊള്ളിച്ചു. തൻ്റെ ദാമ്പത്യ സങ്കല്പങ്ങളെ മൂടി പിടിപ്പിച്ചവൻ, തനിക്ക് 5 മക്കളെ തന്നവൻ, ആ 18 വർഷം കൊണ്ട് തൻ്റെ ജീവിതഭിത്തിയിൽ വരച്ചു വെച്ച വർണ്ണചിത്രങ്ങൾ മുഴുവൻ പിന്നീട് തന്നെ ഉപേക്ഷിച്ചു പോയ 21 വർഷം കൊണ്ട് കരിവാരി പൂശി വികൃതമാക്കിയവൻ. വാസുവേട്ടൻ ഒട്ടും ലാഘവത്തോടെയല്ല ജീവിച്ചതെന്ന് ജാനകിയമ്മ ഓർത്തു. എപ്പോഴും മാനസിക സംഘർഷമുള്ള പ്രാകൃതമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ജോലി തീരാതെ ബാക്കി കിടക്കുന്നു എന്ന മട്ടിലായിരുന്നു എപ്പോഴും പെരുമാറിയിരുന്നത്. ഏതു നിമിഷവും യാത്ര പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരാളെ പോലെ തോന്നിയിരുന്നു. എല്ലാ ജോലികളും വൈകി ചെയ്യുന്നവരെ പോലെ അക്ഷമനും അസ്വസ്ഥനുമായിരുന്നു. തന്നോട് അകൽച്ച കാണിച്ചിരുന്നുവോ? ഉപേക്ഷിച്ചു പോകുന്നതുവരെ അത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. സ്നേഹക്കുറവോ താല്പര്യരാഹിത്യമോ കാണിച്ചിട്ടില്ല. തന്നെയും മക്കളെയും ഉപേക്ഷിച്ച് പോയിക്കഴിഞ്ഞ ശേഷം ഉണ്ടായ ദുരിതം പിടിച്ച ജീവിതകാലത്ത് തൻ്റെ ഭർത്താവ് തൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴും സ്നേഹശൂന്യനായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അത് നിന്ദ്യവും ക്രൂരവുമായ ആ ഉപേക്ഷിക്കൽ സൃഷ്ടിച്ച വെറുപ്പും വേദനയും കൊണ്ടായിരിക്കാം. അതാത് കാലത്ത് ജീവിതം എങ്ങനെ അനുഭവപ്പെട്ടിരുന്നുവോ അതുതന്നെയായിരിക്കണം അതിൻ്റെ ഫലം. വാസുവേട്ടൻ ഓരോ മാനസിക സംഘർഷങ്ങളിൽപ്പെട്ട് ഉഴലുമ്പോൾ തനിക്ക് ആശ്വസിപ്പിക്കാൻ എന്തെങ്കിലും ഒരു പഴുതുണ്ടാകുമോ എന്നറിയാൻ വേണ്ടി ചോദിക്കുമായിരുന്നു. വാസുവേട്ടൻ എന്തോർത്തിട്ടാ ഇങ്ങനെ തലപുണ്ണാക്കുന്നേ? എന്തോർത്തിട്ടാണെന്നോ? 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. ഞാൻ അനുഭവിക്കുന്ന വിഷമം വല്ലതും നിനക്കറിയോ? പറഞ്ഞാൽ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു വിഷമമുണ്ടോ? വാസുവേട്ടൻ പറഞ്ഞാലും നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിഷമം? താനും മനുഷ്യസ്ത്രീ തന്നെയല്ലേ? പക്ഷെ പിൽക്കാലത്ത് മനസ്സിലായിട്ടുണ്ട്. എത്ര പറഞ്ഞാലും ഭർത്താവിന് മനസ്സിലാകാത്ത വിഷമങ്ങൾ ഭാര്യയ്ക്കുണ്ട്. ഭാര്യയ്ക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ധർമ്മസങ്കടങ്ങൾ ഭർത്താവിനുമുണ്ട്. തൻ്റെ പല നൊമ്പരങ്ങളും തൻ്റെ മകൾക്ക് മനസ്സിലാക്കാനേ കഴിയില്ല. അവരുടെ അനുഭവങ്ങൾ തനിക്കും മനസ്സിലായെന്ന് വരില്ല. വിഷമങ്ങൾ അത് അനുഭവിക്കുന്നവരുടേതു മാത്രമാണ്.
വാസുവേട്ടനും ഉണ്ടായിരുന്നിരിക്കാം തനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ധർമ്മസങ്കടങ്ങൾ. ഭർത്താവെന്നാൽ കുടുംബനാഥൻ മാത്രമല്ല, തെറ്റുപറ്റാത്തവനും ആയിരിക്കണം എന്നായിരുന്നു കാഴ്ചപ്പാട്. ഭർത്താവ് കർത്തവ്യങ്ങളുടെയും കടമകളുടെയും ആകെ തുകയാണ്. ഇന്ന് ആ ശരീരം കത്തിക്കരിഞ്ഞ് വെണ്ണീറായിക്കൊണ്ടിരിക്കുന്ന ചിതയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ തിരിച്ചറിയുന്നു, അതും ഒരു മനുഷ്യജീവനായിരുന്നു. ചുവടുകൾ പിഴച്ചു പോകാവുന്ന, മനസ്സിടറിപ്പോകാവുന്ന, തെറ്റുകുറ്റങ്ങളും പോരായ്മകളുമുള്ള, എല്ലാം ശരിയായി വരാൻ വേണ്ടി ആരോടെല്ലാമോ നിഷ്ഫലമായി യുദ്ധം ചെയ്ത് തളരുകയും പരാജയപ്പെടുകയും ചെയ്ത സാധാരണ മനുഷ്യജീവി. എല്ലാ തരത്തിലുമുള്ള തോൽവികളുടെയും പടുകുഴിയിൽ നിന്ന് അന്തിമമായി ആശ്രയം തേടിയെത്തിയത് തൻ്റെ അടുക്കലേക്കായിരുന്നുവെന്നും ഒരു നടുക്കത്തോടെ ജാനകിയമ്മ ഓർത്തു. ഈശ്വരന് താഴെ തൻ്റെ കനിവിലുള്ള വിശ്വാസമായിരുന്നിരിക്കണം വാസുവേട്ടനെ തൻ്റെ അടുക്കലെത്തിച്ചത്. ഗർവില്ലെങ്കിൽ വീറും വാശിയും പകയും വെറുപ്പും ഇല്ലെങ്കിൽ തനിക്കത് ചോദിക്കാമായിരുന്നു. വാസുവേട്ടൻ ഇത്രകാലം എവിടെയായിരുന്നു? എന്തുകൊണ്ട് തന്നെയും മക്കളെ ഉപേക്ഷിച്ചു? മറുപടിയെക്കുറിച്ചുള്ള മുൻവിധി തന്നെ അന്ധയാക്കിയിരുന്നു. ഒരു മറുപടിയും കേൾക്കാതെ തന്നെ നിശ്ചയിച്ചു. അയാൾ മറ്റൊരു പെണ്ണിൽ ആകൃഷ്ടനായി. കർത്തവ്യങ്ങളും കടമകളും മറന്ന് കാമം തെളിച്ച വഴിയെ ഒളിച്ചോടിപ്പോയി, അത്ര തന്നെ. ഒരുപക്ഷെ വാസുവേട്ടന് പറയാൻ മറുപടികൾ ഉണ്ടായിരുന്നിരിക്കാം. ഒരു ക്ഷമായാചനത്തിൻ്റെ ധ്വനിയിൽ അതുവരെ നേരിട്ട ദുരന്തപൂർണമായ ജീവിതത്തെപ്പറ്റിയും ധർമ്മസങ്കടങ്ങളെപ്പറ്റിയും അനുഭവിച്ച യാതനകളെപ്പറ്റിയും പറയാനുണ്ടായിരുന്നിരിക്കാം. ഇനിയൊരിക്കലും താനതൊന്നും കേൾക്കുകയില്ല. വേക്കിനാവിൽ നിന്ന് ഉണർന്ന പോലെ ജാനകിയമ്മ കൺമിഴിച്ചു നോക്കി. തീയാളുന്നത് ദുർബലമായിരിക്കുന്നു. ചെന്തീക്കനലുകളുടെ ഒരു കൂമ്പാരം, കനലുകൾ പൊട്ടുന്ന ഒച്ച. വാസുവേട്ടൻ്റെ ജീവൻ അണഞ്ഞിട്ടില്ലെന്ന് അവൾക്ക് തോന്നി. വാസുവേട്ടൻ്റെ അത്രയും നീളത്തിൽ കനലായി ജ്വലിച്ചു കിടക്കുകയാണത്. ചേച്ചി! ഗോപിനാഥൻ അരികെ വന്ന് വിളിച്ചു. ചേച്ചി അകത്തേക്ക് പൊയ്ക്കോ, ഇനി ഇവിടെ നിൽക്കണ്ട, നേരവും സന്ധ്യയായി. ഗോപിനാഥൻ തന്നെ കൈപിടിച്ച് ജാനകിയമ്മയെ വീട്ടിലേക്ക് നടത്തിക്കൊണ്ടുപോയി. വീട്ടിനുള്ളിൽ ഇതുവരെ ലൈറ്റ് തെളിച്ചിട്ടില്ല. ഇരുട്ടിൽ അങ്ങിങ്ങ് നിഴലുകൾ പോലെ നിൽക്കുകയാണ് മനുഷ്യരൂപങ്ങൾ. പെട്ടെന്ന് ജാനകിയമ്മയ്ക്ക് മീനാക്ഷിയെക്കുറിച്ച് ഓർമ്മ വന്നു. തൻ്റെ മുറിയിൽ ഇരുത്തിയിട്ട് പോയതാണ് അവളെ. ജാനകിയമ്മ മുറിയിൽ ചെന്നു. പിൻഭാഗത്തേക്ക് തുറന്നിട്ട ജനാലയുടെ കമ്പിയഴികളിൽ പിടിച്ച് നിർനിമേഷയായി നിൽക്കുകയാണ്. ജനാലയഴികൾക്കിടയിലൂടെ മതിലിനരികിൽ കത്തിയമർന്ന ചിതയിലെ കനൽ തിളക്കവും പുകച്ചുരുളുകളും കാണാമായിരുന്നു. ജാനകിയമ്മ മുറിയിലെ ലൈറ്റിട്ടു. ഇപ്പോൾ മീനാക്ഷി മെല്ലെ തലതിരിച്ച് അവരെ നോക്കി. ജാനകിയമ്മ അവളുടെ അരികെ ചെന്നു. അനുകമ്പയോടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അച്ഛനും അനുജത്തിയും നഷ്ടപ്പെട്ട് അനാഥയായി തീർന്ന പെൺകുട്ടിയാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. പറയാനുദ്ദേശിച്ച ഒരു വാക്കിനും അവളുടെ മനസ്സുരുകുന്ന ഉഗ്രതാപത്തിന് മുന്നിൽ വിലയില്ലെന്ന് ജാനകിയമ്മയ്ക്ക് മനസ്സിലായി. മീനാക്ഷി, നീ പോയി വേഷമൊക്കെ മാറ്റി ഒന്ന് മേൽ കഴുകിയിട്ട് വാ. മീനാക്ഷി അവരുടെ നേർക്ക് നോക്കി. വേദന എരിഞ്ഞടങ്ങിയ, കണ്ണീരുറവുകൾ വറ്റിപ്പോയ, ജീവിതത്തിൻ്റെ പ്രത്യാശ കെട്ടടങ്ങി കരിന്തിരി പുകയുന്ന ഒരു നോട്ടമായിരുന്നു അത്. പതറിപ്പോയെങ്കിലും ജാനകിയമ്മ പറഞ്ഞു, നീ വല്ലാതെ മുഷിഞ്ഞിരിക്കുന്നു. അതാണ് കുളിമുറി. ടവലും സോപ്പും എല്ലാം അവിടെയുണ്ട്. മീനാക്ഷി വേച്ചാണ് നടക്കുന്നതെന്ന് ജാനകിയമ്മയ്ക്ക് തോന്നി. അവൾ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായിട്ടുണ്ടാവും? മീനാക്ഷി കുളിമുറിയിൽ കയറിയെന്ന് കണ്ട ശേഷം ജാനകിയമ്മ അടുക്കളയിലേക്ക് പോയി. നാഗമ്മയുണ്ട് അടുക്കളയിൽ. ചോറ് ഇരിപ്പുണ്ടോ നാഗമ്മ? ഉണ്ട്. വേഗം ഒരു പാത്രത്തിൽ വിളമ്പ്. കറികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്ക്. നാഗമ്മ ജന്മവാസന പോലെ കിട്ടിയ താളത്തിൽ ചോറും കറികളും എടുത്തു തുടങ്ങി. ഒരാൾ മരിക്കാൻ കിടക്കുന്നു, വേഗം അല്പം തണ്ണീർ തരൂ എന്നാരെങ്കിലും പറഞ്ഞാലും ശരി, നാഗമ്മ വെള്ളം എടുത്തു വരുമ്പോഴേക്കും അതിൻ്റെ ആവശ്യം കഴിഞ്ഞിരിക്കും. ജന്മനായുള്ള ഈ വേഗക്കുറവ് കാരണം നാഗമ്മ എപ്പോഴും പ്രവർത്തനനിരതയായിരിക്കും. മനുഷ്യൻ്റെ ക്ഷമ പരീക്ഷിക്കുന്ന ഉപകരണം എന്നാണ് ഗീതാമണി നാഗമ്മയെക്കുറിച്ച് പറയാറ്. വൃത്തിയും വെടുപ്പും നാഗമ്മയുടെ മുഖമുദ്രയായതുകൊണ്ട് മാത്രം മാത്തൂര് ജോലിക്കാരിയായി തുടരുന്നുവെന്ന് മാത്രം. നാഗമ്മ എടുത്തു കൊടുത്ത ചോറും കറികളും ഒരു താലത്തിലാക്കി ജാനകിയമ്മ മുറിയിലെത്തി. മീനാക്ഷി കുളിമുറിയിൽ നിന്നിറങ്ങി ജനാലയ്ക്കരികിൽ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അവളുടെ മുടിത്തുമ്പിൽ നിന്ന് വെള്ള ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു. മുമ്പ് ഉടുത്തിരുന്നതുപോലെ തന്നെ പിഞ്ഞിയതും ചുളികൾ വീണ് മുഷിഞ്ഞതുമായ മറ്റൊരു ജോഡി ഡ്രസ്സാണ് ഇപ്പോൾ അവൾ അണിഞ്ഞിരുന്നത്. ഇതാ ഈ ചോറുണ്ട്, ജാനകിയമ്മ അവളോട് പറഞ്ഞു. വേണ്ട, മീനാക്ഷി പ്രതിവചിച്ചു. എത്ര ദിവസമായി നീ എന്തെങ്കിലും കഴിച്ചിട്ട്? ഇത് കഴിച്ചോളൂ. എനിക്ക് വേണ്ട. ജീവൻ കിടക്കണ്ടേ കുട്ടി? പറയുന്നതനുസരിക്ക്, കൈ കഴുകിയിട്ട് വാ. മീനാക്ഷി ആ ശാസനയ്ക്ക് വഴങ്ങി. ടീപ്പോയ്മേൽ വെച്ച ചോറിനും കറിക്കും മുമ്പിൽ ജാനകിയമ്മ അവൾക്ക് ഇരിക്കാൻ കസേര നീക്കിയിട്ട് കൊടുത്തു. മീനാക്ഷി അറച്ചറച്ചാണ് ഭക്ഷണം കഴിക്കാനിരുന്നത്.
ചോറ് വാരിയെടുക്കുമ്പോൾ അവളുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു വായി ചോറ് വായിലിട്ട് ചവച്ചിറക്കി. വയറ്റിൽ നിന്ന് ഒരെക്കിൽ പൊന്തി. മനംവിരട്ടലോടെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചവൾ പിടഞ്ഞെഴുന്നേറ്റു. നേരെ ബാത്റൂമിലേക്ക് പോയി. അവൾ ഓക്കാനിക്കുന്ന ഒച്ച ജാനകിയമ്മയ്ക്ക് കേൾക്കാമായിരുന്നു. മുഖം കഴുകി തിരികെ വന്നിട്ട് മീനാക്ഷി ദീനസ്വരത്തിൽ പറഞ്ഞു, വേണ്ട, 2-3 ദിവസം പട്ടിണി ഇരുന്നിട്ട് വെറും വയറ്റിൽ കഴിച്ചതുകൊണ്ടാ. ജാനകിയമ്മ ചോറും കറിപ്പാത്രങ്ങളും എടുത്തുകൊണ്ടുപോയി. നാഗമ്മയെ കൊണ്ട് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ജ്യൂസ് ഉണ്ടാക്കിച്ച് ഒരു നുള്ളു ഉപ്പും പഞ്ചസാരയും ചേർത്തിളക്കി ജാനകിയമ്മ കൊണ്ടുവന്ന് മീനാക്ഷിക്ക് കൊടുത്തു. മനം വിരട്ടുന്നുണ്ടോ? ഇല്ലെന്ന് മീനാക്ഷി തലയാട്ടി. ജാനകിയമ്മ അവളെ നോക്കി ഏതാനും നിമിഷം തിന്നു. തൻ്റെ സുപ്രിയേക്കാൾ 1-2 വയസ്സിനിളപ്പം. ഇവൾ എന്തു പിഴച്ചു? എന്നിരുന്നാലും വാസുവേട്ടൻ്റെ മറ്റൊരു സ്ത്രീയിൽ ജനിച്ച മകളാണല്ലോ എന്നോർക്കുമ്പോൾ അസഹിഷ്ണുതയുടെ ഒരു കുത്തൽ, വെറുപ്പിൻ്റെ ഒരു നുര, വിദ്വേഷത്തിൻ്റെ സൂചിമുന എല്ലാ ദീനാനുകമ്പയെയും മറികടന്ന് മനസ്സിന് മീതെ നിൽക്കുന്നു. ആ ഗ്ലാസ് ഇങ്ങ് തന്നേക്ക്. ജാനകിയമ്മ കൈ നീട്ടി. ഗേറ്റിൽ നിന്ന് കാറിൻ്റെ ഇരമ്പൽ കേൾക്കാമായിരുന്നു. ജാനകിയമ്മ വാതിൽക്കൽ വന്ന് നോക്കി. ആൺമക്കളുടെ തിരിച്ചുവരവാണ്. കാറിൻ്റെ ഹെഡ്ലൈറ്റിൽ നിന്നുള്ള പ്രകാശമടിച്ച് അവരുടെ കണ്ണഞ്ചി. കാർ നിന്നു. ഡോർ തുറന്ന് 3 പേരും ഇറങ്ങി. മുറ്റത്ത് നിന്നുകൊണ്ട് ശ്രീനിവാസൻ 3 വരാന്തകളിലുമുള്ളവരെ നോക്കി. തനിക്കെതിരെ ഒരു കൊടുങ്കാറ്റ് രൂപം കൊള്ളുകയാണെന്ന് ജാനകിയമ്മ അറിഞ്ഞു. നേരിടാൻ തയ്യാറായി അവർ തറവാട്ടുകെട്ടിൻ്റെ വരാന്തയിൽ നിലയുറപ്പിച്ചു. നോവൽ നാളെ തുടരും.